ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മാ മണ്ഡലേശ്വറായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം. അഭിനേത്രിയായിരുന്ന ഇവർ മാഫിയയുടെ കൈവശം അകപ്പെട്ടു. താങ്കൾ പറഞ്ഞു ദാവൂദിനും താങ്കൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. പക്ഷേ ഫാക്റ്റ് എന്താണ്? ഹോട്ട് ഫാക്റ്റ് ഞാനിപ്പോ പറയാം. താങ്കളുടെ മേൽ ഡ്രഗ് മാഫിയ ഇൻവോൾവ് ആയ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. കെനിയയിൽ കേസ് നടന്നു. അതുപോലെ മുംബൈ പോലീസ് താങ്കളുടെ മേൽ കേസ് ചുമത്തി വിചാരണയും നടന്നു. നോൺ ബെയിലബിൾ വാറന്റ് ഇഷ്യൂ ചെയ്തു. പിന്നെ റെഡ് കോർണർ നോട്ടീസും താങ്കളുടെ പേരിൽ ഇഷ്യൂ ചെയ്തു. താങ്കളുടെ ഫ്ളാറ്റും താങ്കളുടെ സ്വത്തും എല്ലാം ജപ്തി ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ആരുടെ മുകളിൽ എന്ത് കുറ്റങ്ങളും ചുമത്താലോ? ആർക്കെങ്കിലും അതിൽ നിന്ന് മോചനമുണ്ടോ? സീതാമാതാവിന് പോലും മോചനം കിട്ടിയില്ല. സീത തപസ് ചെയ്തു, അതിനുശേഷം അഗ്നിപരീക്ഷ നടത്തി. എന്നിട്ടും കണ്ടില്ലേ ഒരു അലക്കുകാരൻ, അയാളുടെ വാക്ക് കേട്ടിട്ട് സീത വീണ്ടും വനവാസത്തിന് പോകേണ്ട അവസ്ഥ വന്നില്ലേ? അതിന്റെ അവസ്ഥ തന്നെ അങ്ങനെയായി. പാവം എന്ത് കാര്യത്തിനാണ്? അങ്ങനെ ചെയ്ത ആളായിരുന്നോ? ഈ കുറ്റങ്ങളെല്ലാം ആരോപിക്കാൻ കാരണം താങ്കൾക്കും വിക്കി ഗോസ്വാമിക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇല്ല, അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. 97-ൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് ഉണ്ടായിരുന്നു. മുംബൈ പോലീസാണ് ഇട്ടത്. അദ്ദേഹത്തിനെതിരായിട്ട് സാംബിയ പോലീസ് കേസിട്ടു, സൗത്ത് ആഫ്രിക്ക പോലീസ് കേസിട്ടു. അദ്ദേഹം ജയിലിലുമായിരുന്നു. ഈ വിക്കി ഗോസ്വാമി ഉണ്ടല്ലോ, കെന്യയില് പിന്നെ സൗത്ത് ആഫ്രിക്കയില് അവിടെയൊക്കെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കാസിനോസില്, പ്രൈവറ്റ് ജെറ്റ്സില്. പക്ഷേ അദ്ദേഹം 15 വർഷം ദുബായ് ജയിലിലായിരുന്നു ഏതോ കേസിൽ പെട്ട്. പിന്നെ 96-ൽ ഇൻഡസ്ട്രി മുഴുവനും പോയി അദ്ദേഹത്തെ കണ്ടു. അവിടെ പോയി അദ്ദേഹത്തെ കണ്ട ലാസ്റ്റ് ആൾ ഞാനായിരുന്നു. ആ സമയത്ത് എൻ്റെ സെക്രട്ടറി മാറി. അപ്പോൾ ഈ സെക്രട്ടറി മാറിയതിന് ശേഷം അദ്ദേഹത്തിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ കോസ്റ്റാസ് എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഈ വിക്കി ഗോസ്വാമി ആരാണെന്ന്. അപ്പോൾ അവർ പലരും പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു. നിറയെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു 10 ദിവസത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിന്നീട് ഞാൻ ബോംബെക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഹോട്ടൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ബോളിവുഡിലെ എല്ലാവരും അവിടെ പോയി. ബോളിവുഡിലെ സകല സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ. എല്ലാവരും അവിടെ പോയി, ഞാൻ ഒഴിച്ച്. കാരണം ഞാൻ ഷൂട്ടിങ്ങിൽ കുറച്ച് ബിസിയായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ ഓപ്പണിംഗ്. പക്ഷെ അദ്ദേഹം ദുബായിൽ അറസ്റ്റിലായി. പിന്നെ അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തു, അദ്ദേഹം സോൾട്ടറി കൺഫൈൻമെന്റിലാണെന്ന് പറഞ്ഞ്. അവര് ജയിലിനുള്ളിരുന്ന് എനിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ കോൾ വന്നപ്പോൾ ഞാൻ അതങ്ങ് കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം വീണ്ടും എനിക്ക് ഫോൺ ചെയ്തു, ഞാൻ വീണ്ടും കട്ട് ചെയ്തു. വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്തിട്ട് യെസ് വിക്സ്. അദ്ദേഹം പറഞ്ഞു ദിസ് ഇസ് മൈ ലാസ്റ്റ് കോൾ മംസ്. ഇതിന് ശേഷം ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവും മരിച്ചു പോകുമെന്ന് എനിക്കെന്നറിയില്ല. എന്നെ സോളിറ്ററി കൺഫൈൻമെന്റിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എൻ്റെ അടുത്തുനിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നുമില്ല, നിന്റെ അടുത്ത് ലാസ്റ്റായിട്ട് കുറച്ചു നേരം സംസാരിക്കണം എന്നൊരാഗ്രഹം തോന്നി. എന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കണ്ട ഇപ്പോൾ. പക്ഷെ നിന്നെ തൂക്കാൻ വിധിക്കുമോ എന്താവോ അറിയില്ല. ഞാൻ എൻ്റെ ഗുരുവിനോട് പോയി ആദ്യം സംസാരിക്കട്ടെ. ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ ഗഗൻഗിരി മഹാദേവനെ കാണാൻ പോയി. എന്നിട്ട് ഞാൻ ആ രാത്രി ഒറ്റയ്ക്ക് ഊഞ്ഞാലിരുന്നു. അദ്ദേഹമാണെങ്കിൽ സമാധിയിലായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു വലിയ തപസ്വിയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ ഒരേ ഒരു ലൈനാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. അദ്ദേഹത്തിനോട് എന്താണ് പറയേണ്ടത് ഞാൻ? അദ്ദേഹം ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനിയും 10-15 വർഷം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവരാത്രി പൂജ വെച്ചിരിക്കുകയാണ്. പലരും വരും, പറയും കം ലെറ്റ്സ് ഗോ ടു പ്രസിഡന്റ് ഹോട്ടൽ. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ ഏകാഗ്രത മുറിഞ്ഞു പോകുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗുരു എന്നോട് പറഞ്ഞു നീ ആ സമയത്ത് എന്നെ വന്ന് കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അപ്പോൾ ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിലെങ്കിലും എനിക്കൊരാളുണ്ടല്ലോ എന്ന് തോന്നി. അദ്ദേഹത്തെ പോയൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അദ്ദേഹം ജയിലിലാണ് ആ സമയത്ത്. ജീവനോടെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ പോയി. കാണാൻ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് വാക്ക് തരാൻ പറഞ്ഞു, ഞാൻ ഒരു ഷെയ്ക്കിനെയും കാണാൻ പോവില്ല, കൂടെ പോവില്ല എന്ന്. ഞാൻ ചോദിച്ചു എന്താ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വിടില്ല എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരി, എൻ്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ, അത് ആ ഈശ്വരനോടുള്ള ഭക്തിയാണ്. അത് ഞാൻ 12 വർഷം ബ്രഹ്മചാരി വ്രതം എടുത്ത് ചെയ്തു. പിന്നെ എൻ്റെ 12 വർഷത്തെ ബ്രഹ്മചര്യ വ്രതത്തിൽ എൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നു വന്നു.
7 ചക്രങ്ങളുണ്ട്. ഓരോരോ ചക്രങ്ങൾക്ക് ഓരോരോ ദേവതകളുണ്ട്. അതിൽ ഓരോ ദേവന്മാരും എന്നെ ഒരുപാട് പരീക്ഷിച്ചു. അപ്പോഴാണ് എനിക്ക് ആ കുണ്ടലിനി ശക്തി ലഭിച്ചത്. അത് ഉണർന്നതിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 2013 കുംഭമേള നടന്നു. അതേ പ്രയാഗ്രാജിലേക്ക് ഞാൻ വന്നു 12-13. അപ്പോൾ അത് മിസ്സായ സമയത്ത് ഞാൻ പ്രയാഗിൽ വന്നു. എന്റെ തപശക്തിയുണ്ട്. നോക്കൂ മമതാജി, താങ്കൾ ആരോടൊപ്പമാണോ 10 ദിവസം ഉണ്ടായിരുന്നത്, അതെ, അദ്ദേഹം താങ്കൾക്ക് 2 പ്രാവശ്യം ഫോൺ ചെയ്തു, അതും ജയിലിൽ നിന്ന്, അതും ഡ്രഗ് കേസിൽ ജയിലിലുള്ള ഒരു വ്യക്തി. പോയത് അങ്ങനെ ആരെങ്കിലും കാണാൻ വേണ്ടി പോവൂ? അല്ലല്ലല്ല, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് അറിയില്ല അദ്ദേഹത്തെ, അതാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. നോക്കൂ, എല്ലാവർക്കും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും കാണും. ഞാനിപ്പോ എന്താ പറയാ? താങ്കൾ തപസ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ താങ്കളാണ് ആദ്യത്തെ സന്യാസിനി, അതായത് ദുബായിൽ ഒരു ഷേഖിന്റെ ഫ്ളാറ്റിൽ ധ്യാനം ചെയ്ത ആദ്യത്തെ സന്യാസിനി. അതെ. ധ്യാനം ചെയ്യുന്നവരൊക്കെ ഒന്നുകിൽ ഹിമാലയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോകും. അല്ല, ഇതാണ് മനുഷ്യരുടെ എന്തോ അറിവില്ലായ്മ എന്ന് പറയാം, ഇഗ്നറൻസ് എന്ന് പറയാം. ഹിമാലയത്തിൽ പോയാൽ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സൗകര്യങ്ങളും ഇല്ല. താഴെ ഇരിക്കാൻ വേണ്ടി ഒരു മാറ്റ് വെച്ചിട്ടുണ്ട്, സന്യാസിമാരൊക്കെ കഴിയുന്ന പോലെ. നിങ്ങൾ എവിടെ നോക്കിയാലും മനസ്സിലാവും. ഒരു വേള അത് ഭോഗിയായിരുന്നെങ്കിൽ അവര് ഹിമാലയത്തിന്റെ ഗുഹയ്ക്കകത്തിരുന്നാലും നല്ല നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന തെറ്റ് സത്യം പറഞ്ഞ ഇതാണ്. നമ്മൾ ഡ്രസ്സ് വെച്ചിട്ടാണ് പറയുന്നത് ഇവർ യോഗിയാണോ അല്ല വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്. താങ്കൾ എത്രത്തോളം ധ്യാനം ചെയ്തുവോ അത്രത്തോളം കുണ്ടലിനി ശക്തി പുറത്തു വന്നു. ദൈവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയ ഇത്രയും വലിയ ശക്തി താങ്കളൊരു ഡ്രഗ് മാഫിയയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചത് ശരിയാണോ? ഇല്ല, ഞാൻ അതാണ് പറയുന്നത്. അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് എന്റെ തപശക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ മാസവും ഞാൻ ആഹാരം ത്യാഗം ചെയ്തു. 40 ദിവസം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രമാണ് കുടിച്ചത്. 60 ദിവസം 2 മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഞാൻ ഇരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അദ്ദേഹം തിരിച്ച് വന്നാലുണ്ടല്ലോ, അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമേ എനിക്ക് പോയി. ഇതിനാണ് ഞാൻ പറയുന്നത് 12 വർഷം വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നില്ലേ? ഒരുപക്ഷെ കഴിഞ്ഞിരിക്കാം, അറിയില്ല. പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്റെ ബ്രഹ്മചര്യ വ്രതം കൊണ്ട് അത് നശിച്ചുപോയി. അദ്ദേഹത്തെ വേണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം താങ്കൾ അറിഞ്ഞതും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞെന്നാണ്. അത് 1996 അതായത് എന്നെ അദ്ദേഹം അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണെന്ന്. സോ ഞാൻ ഫോൺ എടുത്ത് അയാളെ വഴക്ക് പറഞ്ഞു, നീ ഓൾറെഡി ഒരു മദാമ്മയെ കല്യാണം കഴിച്ചില്ലേ, അന്യനാട്ടുകാരി. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു. ഈ കല്യാണമായ കാര്യം അറിഞ്ഞത് ഞാൻ അയാളെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണിത്? മംസ് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചു. ഐ സെഡ് യു ഡിഡ്ന്റ് ടെൽ മീ യു ഗോട്ട് മാരീഡ്. ഞാൻ പറഞ്ഞു, ഇപ്പോ ഇറ്റ്സ് ബെറ്റർ വി ബ്രേക്ക് ഓഫ് റൈറ്റ് നൗ. ഒരു മനുഷ്യൻ സ്നേഹിക്കാൻ തുടങ്ങി അതിന്റെ ഒരുപാട് ഉള്ളിലോട്ടിറങ്ങിയാൽ വലിയ പ്രയാസമുണ്ട് പിന്നെ തിരിച്ചു വരാനായിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം എന്തിനാണ് എൻ്റെ അടുത്ത് മറച്ചു വെച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മംസ്, അപ്പോഴാണ് എന്നോട് പറയുന്നത് ആ പെണ്ണുമായിട്ട് അദ്ദേഹത്തിന് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള കാര്യം. അവർ രണ്ടുപേരും വേറെ വേറെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഇപ്പൊ വേറെ ആരുടെയോ കൂടെയാണ്. ഏതെങ്കിലും ഒരു ജയിലിലാണോ? അല്ല, അദ്ദേഹം ഇപ്പൊ വേറൊരു സ്ത്രീയുടെ കൂടെയാണ്, മദാമ്മയുടെ കൂടെ. വിദേശ വനിതകളൊക്കെ 12 വർഷം വെയിറ്റ് ചെയ്യോ? അവരൊരു ദിവസം പോലും വെയിറ്റ് ചെയ്യില്ല. ഒരാൾ പോയാൽ അടുത്തൊരാൾ, അത്ര തന്നെ. അല്ലല്ല, ഞാൻ ആ സ്ത്രീയെ കുറിച്ചല്ല സംസാരിച്ചത്. ഒരു വിദേശിയെ കുറിച്ച് ഞാൻ എന്തിനു പറയണം? വിക്കി ഗോസ്വാമി ഇപ്പൊ എവിടെയാ? അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ജയിലില്ല. എന്താന്ന് വെച്ചാൽ 2013 അദ്ദേഹം പുറത്തു വന്നു. നേരെ കെന്യയ്ക്ക് പോയി. എന്നെ കാണാനൊന്നും വന്നില്ല. അതിനുശേഷം 2-3 വർഷം വളരെ തിരക്കിലായിരുന്നു. 2-3 വർഷം നല്ല തിരക്കിൽ തന്നെ. പുറത്തു കൊണ്ടുവരാൻ വേണ്ടി താങ്കൾ ധ്യാനം ചെയ്യില്ലേ? അല്ലല്ല, ഞാൻ എന്താ പറഞ്ഞ ഫുള്ള് കേക്ക് ആദ്യം. 2-3 വർഷം അദ്ദേഹം വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് സെറ്റായില്ല. അപ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കർമ്മം എന്തേലും ചെയ്തോട്ടെ എന്നങ്ങ് വിട്ടു. എല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അങ്ങ് വിട്ടു. പക്ഷെ അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കണം. ഇപ്പം നമ്മൾ നോക്കിയാൽ രാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അനിയനാണ് വിഭീഷണൻ. വിഭീഷണനും വേറെ എത്രയോ പേരും പറഞ്ഞു ഇത് തെറ്റാണ്, തിരിച്ചയക്കൂന്ന്, സീതാമാതാവിനെ തിരിച്ചയക്കൂന്ന്. പക്ഷെ രാവണൻ വിഭീഷണൻ പറഞ്ഞ ഒന്നും കേട്ടില്ല.
പിന്നെ രാമരാവണ യുദ്ധമല്ലേ നടക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിന്റെ ഫലമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും അദ്ദേഹം അമേരിക്കയിലോട്ട് പോയി. പിന്നീട് 2016 എന്റെ പേരിൽ കേസ് വന്നപ്പോ 2016, 17, 18, 19, 20 ഞാൻ വീണ്ടും തപസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തപസ് ചെയ്തത് എന്റെ മേൾക്ക് വന്ന കേസിനെതിരായിട്ടായിരുന്നു. പിന്നെ 2017 അമിത്ഷാജിക്കും മോദിജിക്കും ഞാനൊരു കത്ത് എഴുതി. അതായത് അതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാനത് പുറത്തു കൊണ്ടുവരും, റിലീസ് ചെയ്യും. ഞാൻ അവരോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ തപസ്സല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്റെ പുറത്ത് ഈ പഴി ചുമത്തിയ ആളുണ്ടല്ലോ, ആ കമ്മീഷണർ ACP, അത് തെറ്റാണെന്ന് ഞാൻ 2016 ഒരു കത്തെഴുതി. അത് ഞാൻ നിങ്ങൾക്കായിട്ട് റിലീസ് ചെയ്യാം. അതിൽ ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. താങ്കൾ തന്നെ പബ്ലിക്കിനോട് എന്താ എഴുതിയിരിക്കുന്നത്? ഇല്ല, ഇതിൽ ഞാൻ വളരെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷം തപസ് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഞാൻ ഡ്രഗ്സിനകത്തെ പോകാൻ എങ്ങനെ ആഗ്രഹിക്കും? കാശിന് വേണ്ടിയാണ് ആൾക്കാർ ഡ്രഗ്സിലേക്ക് പോകുന്നത്. ബോളിവുഡിൽ ഒരു ദിവസം ഇത്ര രൂപ സമ്പാദിക്കുന്ന ഞാനോ? എന്റെ 3 അപ്പാർട്ട്മെന്റ്സ് ചെതലരിച്ച് വെറുതെ പോയത് ഞാൻ കണ്ട ആളാണ്. അവിടെ പോലും ഞാൻ പോയിട്ടില്ല 25 വർഷമായിട്ട്. അത് നഷ്ടമായാലും എന്താണെങ്കിലും ഞാനത് നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ഡ്രഗ്സിലേക്ക് പോകും. ഡ്രഗ്സിന് പോകുന്നെങ്കിൽ എന്തിനാ പോകുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ? പറയൂ. ഇപ്പൊ ഒരു മുറിയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ താങ്കൾക്ക് സങ്കടമുണ്ടോ? ഒരു തെറ്റായ വ്യക്തിയോടൊപ്പം സഹകരിച്ചതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നെന്നുള്ള എത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നു? ഇന്നെനിക്ക് കുറച്ച് ദുഃഖമൊക്കെ തോന്നുന്നുണ്ട്. ഇന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇതിലും കാണും ഈശ്വരന്റെ എന്തെങ്കിലും ഒരു പ്ലാനിങ്. ബിക്കോസ് 2016 മുതൽ 2024 വരെ ഞാൻ കഠിന തപസ് ചെയ്ത ആളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ കഠിന തപസ് ചെയ്ത ഒരാളാണെന്ന്. പക്ഷെ ഞാൻ സിദ്ധനിലയിലോട്ട് പോയി ചേർന്നിട്ടില്ല ഇതുവരെ. അതിന്റെ കാരണം 2016 എന്റെ പുറത്തുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് പോയി ചേർന്നു. അതിനുശേഷം എന്റെ അവസ്ഥ ഇങ്ങനെ മാറി. പിന്നെ ഞാൻ വീണ്ടും തപസ് ചെയ്തു. എപ്പോഴാണോ അങ്ങനൊരു കേസ് എന്റെ പുറത്ത് വന്നത്, അപ്പം മുതൽ എനിക്ക് ആകാശവും ഭൂമിയും പിന്നെ ഒരുപോലെ തന്നെയാ. ഇതിന് ഞാൻ താങ്കളെ ശരിക്കും അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ്. ഒരു കാര്യത്തിനും താങ്കൾ ചുറ്റിവളച്ച് ഉത്തരം പറഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും താങ്കൾ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ലാലു യാദവ് താങ്കളെ പട്നയിലേക്ക് വിളിച്ചു. ആ ഷോയെപ്പറ്റി വിമർശനം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആക്ച്വലി ആ സമയത്ത് എനിക്ക് ലാലു ആരാണെന്ന് പോലും അറിയില്ല, സത്യമായിട്ടും. അപ്പോൾ എന്താ നടന്നെന്ന് ഞാൻ പറയാം. ഇത് അതേ സെക്രട്ടറിയാണ് ഞാനും വിക്കിയും കൂടെ സംസാരിക്കാൻ കാരണമായ ആള്. അദ്ദേഹം പുതിയ ആളാണ്, വന്നിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഗോവയ്ക്ക് പോയി. അവിടെ ഒരു കാർണിവൽ ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോൺ കോൾ വരികയാണ്, മമത നീ ഉടനെ തന്നെ ബീഹാർ സ്റ്റേറ്റിലേക്ക് പോകണമെന്ന്. ഞാനും അത് സമ്മതിച്ചു. പക്ഷെ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ഷോ ഉണ്ട്, ഗണേശ് ഹെഗ്ഡെയും കൂടെ വരും. ഗണേശ് ഹെഗ്ഡെ ആ സമയത്ത് എൻ്റെ കൊറിയോഗ്രാഫറാണ്. ഞങ്ങളൊരു 10 ഡാൻസേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ഡ്രസ് ഡിസൈനറുണ്ട്, മേക്കപ്പ് മാൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയി. ലാൻഡ് ചെയ്തതിന് ശേഷം ആ സമയത്ത് ബിലീവ് മീ, ഈശ്വരനെ സാക്ഷി നിർത്തി പറയാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നിപ്പോയി. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഡ്രസ്സർ പറയാണ്, മാഡം ഞാൻ ആ ബോപ്പിനെടുക്കാൻ മറന്നു, എവിടെ വെച്ചിട്ടാണ് വന്നതെന്ന്. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഷോപ്പ് കാണും, നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആരോടെങ്കിലും വഴിയിൽ ചോദിക്കാം ബോപ്പിന് എവിടെ കിട്ടുമെന്ന്. അപ്പം നമ്മുടെ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു ഇവിടെ വഴിയിൽ നിർത്ത്, എനിക്കൊരു കടയ്ക്ക് പോകണം, ഒന്ന് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചോദിച്ചു എന്തിനാ? ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ ഡ്രസ്സർ ബോപ്പിൻ മറന്നുപോയി, അത് വാങ്ങിക്കാനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു ഇല്ലില്ല, ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്താ നിർത്തി ഇറങ്ങിയാൽ? അയാൾ പറഞ്ഞു ഇത് നക്സലൈറ്റ് ഏരിയ ആണെന്ന്. ഞാൻ ചോദിച്ചു നക്സലൈറ്റ് ഏരിയയോ എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ പറഞ്ഞതും പുള്ളി ഷോക്കായിപ്പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ നെഞ്ച് ടക്ക് ടക്ക് ടക്കെന്ന് ഇടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ നോക്കിയാൽ ഓഫീസേഴ്സിൻ്റെ ലൈൻ അങ്ങ് നീണ്ടു കിടക്കുക. അവർ ഈ യുദ്ധത്തിന് പോവില്ലേ, AK-47 ഒക്കെ പിടിച്ചിട്ട് 100 പോലീസുകാർ വലതുവശത്ത്, 100 പോലീസുകാർ ഇടതുവശത്ത്. ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി ഞങ്ങൾ റൂമിലോട്ട് പോയി, മിലിറ്ററിക്കാരുടെ ഒക്കെ കൂടെ. ഞാൻ എൻ്റെ റൂം തുറന്നു നോക്കിയപ്പോൾ 5000 പേരുണ്ട് റൂമിനകത്ത് തന്നെ. ആരൊക്കെയോ ഭർത്താവ്, ഭാര്യ, മക്കള് ഒന്നും പറയണ്ട, ഫുൾ നിറഞ്ഞിരുന്നു. ഇല്ല എത്ര പേരെന്ന് പറയാൻ പറ്റൂല, 1000 പേര് എന്തായാലും ഉണ്ടായിരിക്കും. സ്യൂട്ട് റൂമാണ് ഫുൾ, എല്ലായിടത്തും ആള്, കസേരയില്, കട്ടില്, സോഫയിലൊന്നും പറയണ്ട.
അതായത് എല്ലാവരും താങ്കളുടെ റൂമിലായിരുന്നു അതെ, ഉണ്ടായിരുന്നത് അല്ലേ? എല്ലാവരും എന്റെ റൂമില്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഫോൺ വരുന്നു, ഷോ റെഡിയാണെന്നും പറഞ്ഞ്. ഞാന്, ഗണേഷ്, ഡാൻസേഴ്സ് എല്ലാരും കൂടി അവിടെ പോയി ചേരണ്ടേ. ഡ്രസ്സിംഗ് റൂമിൽ വീണ്ടും ആൾക്കാര്, ഒരു 10,000 പേര് കാണും അവിടെ. ഫുൾ അങ്ങ് നിറഞ്ഞിരിക്കുക, വലിയ റൂം നിറച്ച് മുഴുവനും ആള്, ഒരു സ്ഥലമില്ല ഡ്രസ് ചെയ്യാനായിട്ട്. ഡാൻസേഴ്സ് എല്ലാരും കൂടി എന്റെ അടുത്ത് വന്നു. കൊറിയോഗ്രാഫർ ഗണേശ് വന്നു ചോദിച്ചു, മമതാജി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾ എല്ലാവരും അപ്പൊ ട്രാക്ക് പാൻസ് ആണ് ഇട്ടിരുന്നത്. അപ്പൊ ഇനി ഡാൻസ് ചെയ്യാനുണ്ട് നമുക്ക്, ലംബ ലംബ ഘൂംഘട്ട് എന്ന് പറയുന്ന പാട്ട് പാടി ഡാൻസ് ചെയ്യണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇതേ ട്രാക്ക് പാൻസ് ഇട്ടുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യാമെന്ന്. ആർക്കും ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, സ്ഥലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് പോയി. സത്യം പറഞ്ഞ ബാക്ക് ടു ബാക്ക്, വൺ ആഫ്റ്റർ ദി അതർ വി ഡിഡ്. പിന്നെ ഡാൻസേഴ്സ് എല്ലാവരും തിരിച്ച് എൻ്റെ റൂമിലേക്ക് വന്നു. അടുത്ത ദിവസം എനിക്ക് ഫ്ലൈറ്റിൽ പോകാനുണ്ട് 7 മണിക്ക്. എല്ലാ ഡാൻസേഴ്സും എന്നെ ചുറ്റി അവിടെ തന്നെ ഇരിക്കുകയാണ്. ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, കാരണം അത്ര സെക്യൂരിറ്റി അല്ലേ. എല്ലാവരും എൻ്റെ ചുറ്റും തന്നെ ഇരുന്നു. ഇവിടെ വന്ന് നമ്മൾ ട്രാപ്ഡ് ആയി പോയല്ലോ ദൈവമേ, പെട്ടുപോയല്ലോ എന്നാണ് പറഞ്ഞത് എല്ലാവരും. ഞാൻ ഉടനെ തന്നെ എൻ്റെ സെക്രട്ടറിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ബീഹാറിലെ ഷോ ബുക്ക് ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് പൈസ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആ സമയത്ത് എനിക്ക് സിനിമ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒതുങ്ങിയിരുന്ന ആളാ. എനിക്ക് പൈസ അല്ല ഇമ്പോർട്ടൻ്റ്. ഞാൻ ചോദിച്ചു, യു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു മണി? ബീഹാർ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് നീ അറിഞ്ഞിരിക്കണം. ബീഹാറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരു 200 ഗാർഡ്സിന്റെ സെക്യൂരിറ്റിയുടെ എയർപോർട്ടിൽ പോയി ചേർന്നു. അല്ല വിധേനെ എങ്ങനെയോ പോയി. അവിടെ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്ലൈറ്റ് മിസ് ചെയ്തിരുന്നെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് 7 ദിവസം കഴിഞ്ഞിട്ടാണെന്ന്. പക്ഷെ ഞാൻ മഹാകാലിന്റെ മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെ മന്ത്രങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ത്രയംബകം യജാമഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫ്ലൈറ്റ് വന്നാൽ മതി, ഒന്ന് പെട്ടെന്ന് കയറി പോകണം. അവസാനം ഫ്ലൈറ്റ് വന്നു. അതങ്ങോട്ട് ടേക്ക് ഓഫ് ആയതും എല്ലാ ഡാൻസേഴ്സും കൈയടിക്കാൻ തുടങ്ങി. എങ്ങനെയോ രക്ഷപ്പെട്ടു അല്ലേ? ആ രക്ഷപ്പെട്ടു. വല്ല വിധേനെ ബോംബെയിലെത്തി. 10 ദിവസം കഴിഞ്ഞ് ബോംബെയിലത്തെ ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത വരികയാണ്, ലാലു പ്രസാദ്, ആ പ്രസാദ്, ഈ. പിന്നെ ലാലു പ്രസാദ് തന്നെ പാവം, അതാരെന്നേ എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം അനൗൺസ് ചെയ്തു, പാവം ഈ കുട്ടി ആരാണ്, മമത അതാരാണ്, അവളുടെ പേര് എന്തിനാണ് വലിച്ചഴിക്കുന്നത്, അവൾക്ക് ഞാൻ രാജ്യസഭാ സീറ്റ് കൊടുക്കുകയാണെന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പത്രക്കാർ വന്ന് എന്നോട് ചോദിക്കുകയാണ്, മമതാജി പറയൂ, ലാലു പ്രസാദ് ആരാണ്? ഏത് ലാലു പ്രസാദ്? അദ്ദേഹം ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ. അല്ല, അദ്ദേഹം നിങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വണ്ടിയൊക്കെ കിട്ടും. ശരി, ഞങ്ങൾ എങ്ങനെയോ വല്ല വിധേനെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബോളിവുഡ് പോളിറ്റിക്സ് പോലും ശരിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നേരിട്ടുള്ള പൊളിറ്റിക്സിലോട്ട് ചെല്ലുന്നത്? എനിക്ക് ലാലു പ്രസാദ് ആരാണെന്ന് ഇപ്പോഴും സത്യം പറഞ്ഞ് നേരിട്ടറിയില്ല. ഇപ്പോഴും താങ്കളുടെ തീരുമാനം ഇത് തന്നെയാണോ? താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് പോയില്ലേ? അതെ, ഒരിക്കലും ഇല്ല. ബീഹാർ അല്ല, വേറെ എവിടെയെങ്കിലും? ഇതുവരെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പോഴാണ് ഞാൻ മഹാമണ്ഡലേശ്വർ ആയത്. എനിക്കിതാണ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം. ഒരുപക്ഷെ ഇത് ഇല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ? ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നറിയോ? നമ്മൾ അർജുനനെ മഹാമണ്ഡലേശ്വർ ആക്കിയില്ലെങ്കിൽ അദ്ദേഹം പിന്നെ അമ്പും വില്ലും എടുത്ത് പ്രയോഗിക്കില്ലേ? അതോ അദ്ദേഹത്തിന്റെ ശക്തി അങ്ങ് കുറഞ്ഞു പോവോ?